ശബരിമല സ്വർണമോഷണ കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിനെക്കുറിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. മുരാരി ബാബു നേരത്തെ ജോലി ചെയ്തിരുന്ന പല ക്ഷേത്രങ്ങളിലും തട്ടിപ്പ് നടത്തിയിരുന്നുവെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ മുരാരി ബാബു 2 കോടി രൂപ ചിലവഴിച്ച് കോട്ടയം പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം നടക്കുകയാണ്. ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയ ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിലെ ജോലി കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാനാകുമോ എന്നാണ് SIT അന്വേഷിക്കുന്നത്. മുരാരിയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ SIT ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ നടത്തിയത് കോടികളുടെ ഭൂമി ഇടപാടുകളാണ് എന്ന വിവരവും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയെന്നാണ് SIT കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച രേഖകളും SIT പിടിച്ചെടുത്തു. ചങ്ങനാശ്ശേരി പെരുന്നയിൽ ചെറിയ കടയായിരുന്നു മുരാരി ബാബുവിന്റെ പിതാവിന്. പഠനത്തിന് ശേഷം കേരള സായുധ സേനയുടെ 4ാം ബറ്റാലിയനിലെ അഥവാ KAP കണ്ണൂർ ബറ്റാലിയൻ 1994 ബാച്ചിൽ കോൺസ്റ്റബിളായി ജോലി ലഭിച്ച മുരാരി ബാബു പരിശീലനം പൂർത്തിയാകാതെ ക്യാമ്പ് വിട്ടതിനെ തുടർന്ന് പിരിച്ചുവിടപ്പെട്ടു. തുടർന്ന് 97-ലാണ് ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായത്. ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലായിരുന്ന ആളിന്റെ സഹായിയായിട്ടായിരുന്നു തുടക്കം. പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്ലാർക്കായി സ്ഥിര നിയമനം നൽകി. സ്ഥലം മാറി മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോയപ്പോഴും കോട്ടയം ജില്ലയിലെ പ്രമുഖ ക്ഷേത്രങ്ങളായ വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര എന്നിവിടങ്ങളിലെ ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസറായി എത്തുമായിരുന്നു മുരാരി ബാബു. ഏറ്റുമാനൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ, വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ, തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങൾ മുരാരി ബാബു വഹിച്ചിരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് മുരാരി ബാബു കൂടുതൽ കാലം ജോലി ചെയ്തത്. കരയോഗം ഭാരവാഹിത്വവും NSS നേതൃത്വത്തിന്റെ അടുപ്പക്കാരനെന്ന പിൻബലവും വഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വലിയ സ്വാധീനമുള്ളയാളായിരുന്നു മുരാരി ബാബു. ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിനെ തീപിടിച്ചതും സ്വർണപ്രഭയിലെ 3 നാഗപ്പാളികൾ വിളക്കി ചേർത്തതും മുരാരി ജോലി ചെയ്ത കാലയളവിലായിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. വൈക്കം, ഏറ്റുമാനൂർ, തിരുനക്കര ക്ഷേത്രങ്ങളിൽ മുരാരി ബാബു ഉത്സവത്തിന് ആനകളെ കരാറെടുക്കുന്നതിൽ ക്രമക്കേട് നടത്തിയിരുന്നതായി പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ആനകളെ കരാറെടുക്കുന്നതിൽ മുരാരിക്ക് സ്വന്തം തട്ടിപ്പ് തന്ത്രമുണ്ടായിരുന്നു. ആന എഴുന്നള്ളിപ്പിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് സ്പോൺസർമാരിൽ നിന്ന് വലിയ കമ്മീഷൻ കൈപ്പറ്റും. ആന ഉടമകൾക്ക് നാമമാത്രമായ തുക നൽകി ബാക്കി പോക്കറ്റിലാക്കുന്നതായിരുന്നു ഇയാളുടെ തന്ത്രം. പല ക്ഷേത്ര ഉത്സവങ്ങളിലേക്കും മുരാരി വഴി ബുക്കിംഗ് ലഭിക്കുമെന്നതിനാൽ വലിയ കമ്മീഷൻ കൊടുക്കാനും ആന ഉടമകൾ തയ്യാറായി. വർഷങ്ങളായുള്ള ഉത്സവ നടത്തിപ്പിലൂടെ ആന ഉടമസ്ഥരുമായുള്ള അടുപ്പത്തിൽ ആനകളെ ബുക്ക് ചെയ്യുന്നതിന്റെ ചുമതല ഏറ്റെടുക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആനകളുണ്ടെങ്കിലും ഉത്സവ സമയത്ത് ഈ ആനകളെ ഏതെങ്കിലും അസുഖത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കും. പകരം സ്വകാര്യ വ്യക്തികളുടെ ആനകളെ എഴുന്നള്ളിക്കും. അങ്ങനെ മുരാരി ആനകളെ ഉപയോഗിച്ചും ഒരുപാട് പണം ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബു അറസ്റ്റിലായതോടെയാണ് പെരുന്നയിൽ വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും അന്വേഷണം തുടങ്ങിയത്. പഴയ തറവാടിരുന്ന സ്ഥലത്താണ് 2019 മുരാരി വലിയ വീട് നിർമ്മിച്ചത്. തടി കൊണ്ടുള്ള നിർമ്മിതികൾ ഉൾപ്പെടെ മുന്തിയ നിലവാരമുള്ള വസ്തുക്കൾ മാത്രമാണ് വീട് പണിക്കായി ഉപയോഗിച്ചത്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീട് പണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയെന്ന വിവരവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. തിരുനക്കര, ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്കുമുള്ള പണികൾക്കായി തേക്കുതടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലാണ്. അവിടെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്ന് ഏർപ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്ന് തടി നൽകി. തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് ഇത്രയധികം തടിപ്പണികൾ നടന്നിട്ടില്ല എന്ന് ദേവസ്വം മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് തടികൾ സ്വന്തം വീട്ടിലെ പണിക്കായി ഉപയോഗിച്ചുവെന്ന് വ്യക്തമായത്. അന്വേഷണ സംഘം പെരുന്നയിലെ വീട്ടിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. വീടിന് മാത്രം 2 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി കടത്തിയതും വീട് പണിയും ഒരേ കാലയളവിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ ബാംഗ്ലൂർ ശ്രീറാംപുരയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഏകദേശം 13.5 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ SIT സംഘം നിർണായക വിവരങ്ങൾ കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങിക്കൂട്ടിയെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തം പേരിലും പങ്കാളിയുടെ പേരിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
ഇത് സംബന്ധിച്ച രേഖകളും SIT പിടിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി പണം പലിശയ്ക്ക് കൊടുത്തിരുന്നുവെന്നും SITയുടെ കണ്ടെത്തലിലുണ്ട്. ഇതിനു പുറമെ 176 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തതായാണ് സൂചന. ഈ സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. സ്വർണ്ണാഭരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണവുമായി ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചത് എന്ന് കരുതുന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് പിടിച്ചെടുത്തിരുന്നു. പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ്. മുരാരി ബാബുവിന്റെ പ്രവൃത്തി ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ കാരണമായി എന്നും മുരാരി ബാബു സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് മനഃപൂർവ്വമാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1998-ൽ തന്നെ ഈ പാളികൾ സ്വർണം പൂശിയതാണ് എന്ന് മുരാരി ബാബുവിന് അറിയാമായിരുന്നു. എന്നിട്ടും സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളെന്ന് ബോധപൂർവം രേഖപ്പെടുത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇയാൾ ഗൂഢാലോചന നടത്തിയതായും വിശദാംശങ്ങൾ പുറത്തുവരണമെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു.